ഇപ്പോൾ രാവിലെ എണീറ്റ ആദ്യം നോക്കണ കാര്യം പുറത്ത് എത്ര തണുപ്പുണ്ടെന്നാണ് കേട്ടോ. അതനുസരിച്ച് വേണം ഇന്നത്തെ റെഡി ആവല്. പിന്നെ വെയിറ്റും കൂടി ഒന്നും നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കുറഞ്ഞിട്ടില്ലെങ്കിലും കൂടിയിട്ടില്ല എന്ന് കാണുമ്പോൾ ഒരു സമാധാനം. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ സാധനങ്ങൾക്ക് ഒരുവിധം തീരാറായി. അതുകൊണ്ട് എന്താ ഉണ്ടാക്കണ്ടേന്ന് കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വാതിൽ തുറക്കാൻ പറ്റുമെന്നും കൂടി ഒന്ന് നോക്കിയിട്ടോ. പിന്നെ അടുത്ത പരിപാടികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് വിളിക്കണത്. ഇവിടെ രാവിലെ ആവുമ്പോൾ അവിടെ അന്നത്തെ ദിവസം വൈകുന്നേരം ആയിരിക്കും. അതുകൊണ്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാവും പറയാം. കഴിഞ്ഞ ദിവസം രണ്ടുപേരും മാതാവായിട്ട് വേഷമിട്ട് നിൽക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് വരുന്നത് മാലാഖമാരായിട്ടായിരിക്കും. ക്രിസ്മസ് ആയില്ലേ, ഇനിയിപ്പോൾ സ്കൂളിൽ നിന്നും പള്ളിയിൽ നിന്നും ഒക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തണുപ്പായതുകൊണ്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടി ഞാൻ നിർത്തിയിട്ടോ. പെട്ടെന്ന് നടന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് വീട്ടിലേക്ക് എത്താം. പക്ഷേ ഈ തണുപ്പത്ത് ഇടയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് രാവിലത്തെയും ഉച്ചക്കത്തെയും കഴിക്കാനുള്ളത് ഞാൻ കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഹോട്ട് ഡോഗും സോയാ ചങ്ക്സും ക്യുനോവ അല്ലാട്ടോ ക്വിൻവ പറഞ്ഞ് എനിക്കിപ്പോൾ അങ്ങനെ വായിൽ വരുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്നിച്ചാക്കി കുറച്ച് ഉപ്പും ഇത്തിരി മസാലയും അതും ഇതും എല്ലാം കൂടെ ചേർത്തപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതായി. വിന്ററിൽ പുറത്തു പോകണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടുതൽ റെഡി ആവേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം ജാക്കറ്റും തൊപ്പിയും ഗ്ലൗസും ബൂട്ടും ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല സമയമെടുക്കും. എൻ്റെ ലഞ്ച് ബ്രേക്ക് 2 മണി തൊട്ട് 3 മണി വരെയാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ കഴിച്ചിട്ട് പോയാൽ 2 മണി വരെ നിൽക്കാൻ പാടായിരിക്കും. പക്ഷെ എനിക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 15 മിനിറ്റത്തെ ടീ ബ്രേക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നൊരു ആപ്പിളും പിന്നെ കുറച്ച് ചെറിയ കഷ്ണം ബ്രെഡ്, അതിൻ്റെ പേര് വായിക്കൊള്ളാൻ പറ്റാത്ത ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കുറച്ച് വെള്ളവും കൂടെ ഞാൻ കൊണ്ടുപോകും. ഇവിടുത്തെ ടാപ്പ് വാട്ടർ തന്നെ കുടിക്കുമ്പോൾ ഒരു വല്ലാത്ത ചൊവയാണ്. അതുകൊണ്ട് അതിൽ ജീരകമോ ഏലക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടാണ് പോവുക. എന്നെപ്പോലെ പൗഡർ ഇടുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാം കൂടെ വാരി പൊത്തിയിട്ട് അവസാനം ഒരു തുണിയെടുത്ത് മൊത്തം തൂത്തും കൂടെ കളയുമ്പോഴാണ് എൻ്റെ പാകത്തിന് കറക്റ്റായി എന്ന് എനിക്ക് തോന്നുന്നത്. ജനലും വാതിലും ഒക്കെ എപ്പോഴും അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് എല്ലാത്തിനും നല്ല മസാലയുടെ മണമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ മസാലക്കൂട്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മിച്ചത്തിനും നല്ലോണം സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് പോവുക. തെർമൽസ് ഉള്ളിലിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് പാൻറ്റും സ്വെറ്ററും ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഡേ കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു -20 മുകളിലേക്ക് ആണ് ടെമ്പറേച്ചറെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോകാതിരിക്കുകയുള്ളൂ. -20 താഴെയാണെങ്കിൽ അവരെയും കൊണ്ട് എന്തായാലും ഒരു 10-15 മിനിറ്റ് അവിടെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് കൊണ്ടുപോകണം. അപ്പം നമ്മളും അവരുടെ കൂടെ പോയി നിൽക്കണം. അപ്പം നല്ലോണം ലെയറായിട്ട് ധരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം രാവിലെ ഒരു 8:15 ഇപ്പോഴും സന്ധ്യയായിട്ട് തന്നെയാണ് തോന്നുക. പിന്നെ റോഡ് ഏതാണ്, നടക്കുന്ന വഴി ഏതാണെന്ന് മനസ്സിലാകാത്ത വിധത്തിലാണ് കേട്ടോ മഞ്ഞ് വീണിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.